ഹേ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. ഗൈസ് ഞാൻ ഇന്നത്തെ ഒരു യൂസ്ഫുൾ ടിപ്പാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അല്ല, ഇത് ടിപ്പല്ല, ഇതൊരു മോഡാണ്. സോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മൈൻക്രാഫ്റ്റ് ജാവ എഡീഷനകത്ത് ഡൈനാമിക് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. സോ ഈ ഫീച്ചർ വഴി നമുക്ക് ടോർച്ച് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ലൈറ്റ് വരും. അതായത് നമ്മളിപ്പം ബെഡ് റോക്ക് എഡീഷനിലാണ് ടോർച്ച് എവിടെയെങ്കിലും പ്ലേസ് ചെയ്താലേ ലൈറ്റ് വരത്തുള്ളൂ. പക്ഷേ ജാവയ്ക്കകത്താണ് ജസ്റ്റ് കയ്യിൽ പിടിച്ചാൽ തന്നെ ലൈറ്റ് അങ്ങ് വരിക. സോ ഈ ഫീച്ചർ ബെഡ് റോക്ക് എഡീഷനിൽ കിട്ടത്തില്ല. സോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇത് എങ്ങനെ ബെഡ് റോക്കിലോട്ട് എടുക്കാമെന്നാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നാൽ തന്നെ മനസ്സിലാവും. സോ നിങ്ങൾ അതിന് ആദ്യം പ്ലേ സ്റ്റോർ എടുക്കണം. പ്ലേ സ്റ്റോർ എടുത്തിട്ട് നിങ്ങളവിടെ സെർച്ച് പോകണം. സെർച്ച് പോയിട്ട് MCPDയിൽ നിങ്ങൾ സെർച്ച് ചെയ്യണം. സോ ഉണ്ട് എൻ്റെ ഫസ്റ്റ് വരുന്ന ആപ്ലിക്കേഷൻ ഇത്. സോ നിങ്ങളിതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുക്കുക. സോ ഓപ്പൺ കൊടുത്തിട്ട് നിങ്ങൾ സെർച്ചിൽ പോയിട്ട് ഡൈനാമിക് ലൈറ്റ് എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ കുറേ സംഭവം വരും. നിങ്ങൾ ഈ നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ളവരെണ്ണം നോക്കി അങ്ങ് ഡൗൺലോഡ് ചെയ്യുക. സോ ഗൈസ്, അതിന് നിങ്ങൾ ഡൈനാമിക് ലൈറ്റ് എന്ന് സെർച്ച് ചെയ്ത് കാണും. സോ അതിനകത്ത് നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ളവരെണ്ണം നോക്കി എടുക്കുക. മിനിമം 4 സ്റ്റാറിന് മേലുള്ളത് തന്നെ എടുക്കുക. ഞാൻ ഡൗൺലോഡ് ചെയ്തതെന്ന് വെച്ചാൽ കാണിച്ചു തരാം. എൻ്റെ ഈ കാണുന്നതാണ് ഡൈനാമിക് ലൈറ്റ് 38 എന്ന് പറഞ്ഞൊരു മോഡാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. അടിപൊളി മോഡാണ് ഗൈസ്. നിങ്ങൾക്ക് ഇത് തന്നെ ഡൗൺലോഡ് ചെയ്യണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരെണ്ണം ഡൗൺലോഡ് ചെയ്താൽ മതി. ജസ്റ്റ് 4 സ്റ്റാറിന് മേലാവണമെന്നേ ഉള്ളൂ. സോ ഇത് ആദ്യം ഡൗൺലോഡിന് കൊടുക്കുക. സോ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ വരും. എന്നിട്ട് മൈൻക്രാഫ്റ്റ് എന്ന് കൊടുക്കുക. സോ അപ്പോഴത്തേക്ക് നിങ്ങളുടെ ഗെയിം ഓപ്പൺ ആവുന്നത് കാണാം. ഓക്കെ, സോ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. സോ നിങ്ങൾ പ്ലേ കൊടുക്കുക. ഓക്കെ, പ്ലേ കൊടുത്തിട്ട് നിങ്ങളൊരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് വേൾഡായാലും കുഴപ്പമില്ല, ജസ്റ്റ് വേൾഡ് ക്രിയേറ്റ് ചെയ്യുവാണ്. സോ ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ ആദ്യം ഇതിൻ്റെ ബിഹേവിയർ പാക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നിങ്ങൾ അതങ്ങോട്ട് എടുക്കുമ്പോഴത്തേനും അവൈലബിൾ എന്ന് പറഞ്ഞ സംഭവത്തിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൈനാമിക് ലൈറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. നിങ്ങളത് ജസ്റ്റ് ഇവിടെ നിന്ന് ആക്റ്റീവ് എന്ന് കൊടുത്താൽ മതി. താഴെ എഴുതി കണ്ട് ഡൈനാമിക് ലൈറ്റ് ഈസ് ആക്ടിവേറ്റഡ്. പിന്നെ നിങ്ങളൊന്നും ചെയ്യണമെന്നില്ല, ജസ്റ്റ് വേൾഡ് ക്രിയേറ്റ് ചെയ്യുക. ഗെയിം ഒന്ന് ഓപ്പണായിട്ട് വരാം ഗൈസ്. പിന്നെ ഗെയിമിൽ ലോഡാകുന്ന സമയമുണ്ട്. നിങ്ങൾ ഇതുവരെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്തില്ലെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്, പ്ലീസ്. ഇത്ര യൂസ്ഫുൾ ടിപ്സൊക്കെ കൊണ്ട് വരുന്നില്ലേ ഗൈസ്. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളിപ്പം ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ മൈൻക്രാഫ്റ്റ് ആയിരിക്കുന്നെങ്കിൽ എന്തായാലും വർക്കാവും. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നെങ്കിൽ കുഴപ്പമില്ല. അല്ല, നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്നെങ്കിൽ അത് നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് വേർഷനുമായിട്ട് ആണോ നോക്കണം, ഈ മാച്ചാണോ നോക്കണം. വേറെ വേർഷനാണെങ്കിൽ ചിലപ്പോൾ വർക്ക് ചെയ്തെന്നിരിക്കത്തില്ല. സോ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് കുറച്ച് ടോർച്ച് എന്തെങ്കിലും എടുക്കട്ടെ. സോ ടോർച്ച് കിട്ടി. ഇന്ത്യയുടെ ടോർച്ച് ഉണ്ട്. ഓക്കെ ഇതെന്ത് പറ്റി ഗൈസ്? എനിക്ക് ക്രിയേറ്റീവ് ടോർച്ച് എടുക്കാൻ നേരത്തെ എന്തോ ഗ്ലിച്ച് ആവുക ഗൈസ്. ഞാൻ ടോർച്ച് അങ്ങ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. സോ അല്ല, കോളർ സ്റ്റിക്കും വെച്ച്. സോ നിങ്ങൾക്ക് ഈ ടോർച്ച് സിമ്പിളായിട്ട് എടുക്കുക. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡോടൊന്ന് വെക്കുക. യെസ് ഗൈസ്, കണ്ടോ? ലെഫ്റ്റ് ഹാൻഡ് ഇരിക്കുന്നുണ്ടോ? ഇനി നൈറ്റ് ആവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സോ നൈറ്റിലൊക്കെ ഇത് കാണാൻ അടിപൊളിയാണ് ഗൈസ്. ഇവിടെ അടുത്തൊരു കേവാണ്, ഞാൻ ആ കേവിലോട്ട് കൊണ്ടുപോയി കാണിച്ചു തരാം. നിങ്ങൾക്ക് നോക്കി കാണാം, നമ്മൾ കേവിലോട്ട് നടക്കുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള ടോർച്ചിൽ നിന്ന് വെട്ടം ഇങ്ങനെ വരുന്നുണ്ട്. നമുക്കിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യുക, കൈ വെക്കുക. യെസ് ഗൈസ്, കണ്ടോ? ഇപ്പം ഞാൻ ഈ ടോർച്ച് മാറ്റി കാണിച്ചു തരാം. എന്താ വിരട്ടെ, ഇത് ജസ്റ്റ് ഒന്ന് കൈ പിടിക്കുമ്പോഴത്തേനും വെട്ടം വരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ പ്ലേസ് പോലും ചെയ്യണ്ട. സോ ഇത് നൈറ്റിൽ എപ്പോഴും വർക്കാവുന്നതാണ്. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടൊക്കെ ചെയ്ത് വെക്കുക ഗൈസ്. സോ ബൈ.